പൊന്നു മക്കളെ ഞാൻ എടുത്തു പറയാണ്, ഒരുപാട് സമയം കൊടുത്ത് പഠിക്കരുത്. കാര്യം ജി കെ എന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. ഐ റിപ്പീറ്റ്, 14 ക്വസ്റ്റ്യൻസ് വരെ കറണ്ട് അഫയേഴ്സ് വന്നിട്ട് 6 ക്വസ്റ്റ്യൻസ് മാത്രമേ ജി കെ എന്ന് വന്നിട്ടുള്ളൂ. ജസ്റ്റ് ഓടിച്ചൊന്ന് വായിച്ച കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോ. മക്കളെ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അങ്ങനെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എല്ലാം അപ്ലൈ ചെയ്ത ശേഷം ഈ സമയം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മൊമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, എന്താണ് സിലബസ്, എന്താണ് പഠിക്കേണ്ടത്. നമ്മൾ ഒഫീഷ്യൽ സിലബസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മൊത്തം കുറെ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്, ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ഏതെല്ലാമാണ്, കഴിഞ്ഞ പരീക്ഷകൾക്ക് ഏറ്റവും അധികം തവണ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ആദ്യം ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിച്ചാൽ മാർക്ക് കയറ്റി വെക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കാണാം. അപ്പൊ ഈ സെഷനിൽ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് ഒറ്റ കാര്യം നിങ്ങളൊന്ന് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. സൂപ്പർ നോട്ട്സ് SSC-RRB എന്ന ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല കണ്ടന്റ് ഉറപ്പാണ്, ഗ്യാരണ്ടീഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നോക്കുക, ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എങ്ങനെയാണ്. ഗ്രൂപ്പ് ഡിയുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്ന ഒന്നാമത്തെ പ്രത്യേകത, ഒരൊറ്റ എക്സാം മാത്രമേ വരുന്നുള്ളൂ. അതായത് CBT-1 എന്ന ഒരേ ഒരു എക്സാം മാത്രം. ബാക്കിയുള്ള എക്സാംസ് നോക്കുകയാണെങ്കിൽ NDPC ഒക്കെ നോക്കുകയാണെങ്കിൽ 2 പരീക്ഷകളൊക്കെ ഉള്ളപ്പോൾ, CBT-1 CBT-2 ഒക്കെ ഉള്ളപ്പോൾ ഇവിടെ ഒരു പരീക്ഷ മാത്രമേ വരുന്നുള്ളൂ. മാത്രമല്ല ഇവിടെ ഫിസിക്കൽ ഉള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ, ഫിസിക്കൽ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഹൈ കോമ്പറ്റീഷൻ ഒന്നും ഒരിക്കലും വരത്തില്ല. എപ്പോഴും കട്ട് ഓഫ് ഒരു 70 ആ റേഞ്ച് ഒക്കെ ആയിരിക്കും. 70+ ആണോ അവൻ സേഫ് സ്കോർ ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ള പരീക്ഷകൾ ഹൈ കട്ട് ഓഫ് ആയി നിൽക്കുമ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. 10ാം ക്ലാസ് നിലവാരത്തിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 3 മാസം നിങ്ങൾ മാറ്റിവെക്കാൻ റെഡി ആണെങ്കിൽ ജോലി ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയാ സെലക്ഷൻ പ്രോസസ് വരുന്ന ഒന്നാമത്തെ ഘട്ടം CBT-1 എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 എക്സാം. രണ്ടാമത്തേത് അതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്, ഒരു ചെറിയൊരു ഓട്ടം കാണും. മൂന്നാമതായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, നാലാമതായിട്ട് പിന്നെ മെഡിക്കൽ ടെസ്റ്റ്. ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് സെലക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ 4 ഘട്ടങ്ങളിലൂടെ സെലക്ഷൻ നടക്കുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാം എഴുതി ഇപ്പൊ സർവീസിലിരിക്കുന്ന എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവർ ഫസ്റ്റ് പോയി എക്സാം എഴുതുന്നു, പിന്നെ ഒന്നും അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് എനിക്ക് മാർക്ക് കുറവല്ലേ, 10-60 മാർക്കൊക്കെ ഉള്ളൂ, അതുകൊണ്ട് കിട്ടത്തില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അടുത്തവർക്ക് ഇതിന്റെ മെസ്സേജ് വന്നു, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ മെസ്സേജ് വന്നു. അവർ വെറുതെ ഒന്ന് പോയി ഓടി നോക്കി, ഓക്കെ പാസ്സായി, പിന്നെയും വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാര്യം മാർക്കൊക്കെ 60 മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വന്നു, മെഡിക്കൽ വന്നു, പക്ഷെ ആർക്കും പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ ഇപ്പോ സർവീസിലിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാര്യം കട്ട് ഓഫ് എപ്പോഴും ഞാൻ ഈ 60 എന്ന് പറയുമ്പോഴും നോർമലൈസേഷന് ശേഷം അതൊക്കെ എത്ര ആയിട്ട് മാറും, 70+ ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പോ പഠിച്ചാല് 3 മാസം മാറ്റി വെച്ചാല് ഈസി ആയിട്ട് നമുക്ക് ഈ ജോബിനെ പിടിക്കാം. അപ്പൊ ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനി നോക്കാം, നമ്മൾ ഒഫീഷ്യൽ സിലബസ് നോക്കിയാൽ ഇവിടെ ഇപ്പോ മാത്സ് റീസണിങ് ആണെങ്കിൽ ഏതാണ്ട് ഫുൾ സിലബസ് തന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് പുറത്തും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോ ഏതെടുക്കുകയാണ്, ഞാനിപ്പോ നമ്മുടെ സയൻസ് എടുക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ സയൻസ് എടുത്താൽ അവിടെ ഇങ്ങനെ പറയുന്നുള്ളൂ, ദ സിലബസ് അണ്ടർ ദിസ് ഷോൾ കവർ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ഓഫ് 10th സ്റ്റാൻഡേർഡ് ലെവൽ. 10ാം ക്ലാസ് നിലവാരമുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്ത ജനറൽ അവയർനെസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും പറയുന്നില്ല. അപ്പൊ ഇവിടേക്കാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നോക്കി എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ്. ഒരിക്കൽ കൂടെ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്, 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം. ഞാൻ ഈ 1.5 മണിക്കൂർ എന്ന സമയം എടുത്തു പറയാണ്, അടിവരയിട്ട് പറയാണ്. കാരണം SSC എക്സാംസ് എല്ലാം തന്നെ 1 മണിക്കൂർ മാത്രം സമയം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് തീർക്കാനായിട്ട് സമയം കിട്ടുന്നത്. സമയം എടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. മാത്സ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കാണ്. റീസണിംഗ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. ദെൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓരോ ശരിക്കും ഓരോ മാർക്ക് കാണും. ഒരിക്കൽ കൂടെ ഓരോ ശരിക്കും ഓരോ മാർക്ക് കാണും. അത് കഴിഞ്ഞ് നെഗറ്റീവ് ആണെങ്കിൽ 0.33 മാർക്ക് അങ്ങ് കയ്യിൽ നിന്ന് പോയി കിട്ടും. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതായത് PSC പരീക്ഷയുടെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓരോ ശരിക്കും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും, ഒരു നെഗറ്റീവ് ആണെങ്കിൽ 0.33 മാർക്ക് അങ്ങ് പോയി കിട്ടും. ഓക്കെ, അതിനുശേഷം നോക്കാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് പോവുകയാണെങ്കിൽ മാത്സിനകത്തുള്ള ഫുൾ സിലബസ് നോക്കാം. മാത്സ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കാണ്. മക്കളെ പണി തരുന്നത് ഈ അരിത്തമെറ്റിക്സ് ആണ്. കാര്യം റീസണിംഗ് ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ മാത്സ്
അവിടെ കടുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അവിടെ നോക്കാം, ഫസ്റ്റ് സിലബസിനകത്ത് ഒന്നാമത് കിടക്കുന്നത് നമ്പർ സിസ്റ്റം ആണ്. നമ്പർ സിസ്റ്റം പഠിച്ചാലേ ബാക്കി എന്തും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് നമ്പർ സിസ്റ്റം, രണ്ടാമത് LCM ആൻഡ് HCF ആണ്, മൂന്നാമത് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻ, 4 റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, 5 പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത്രയുമാണ് അരിത്തമെറ്റിക്കിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് വരുന്നത്. ഓക്കെ, അതിനുശേഷം ടൈം ബേസ്ഡ് ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ആൻഡ് വർക്ക്, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെ അത് കഴിഞ്ഞ പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന 3 ടോപ്പിക്കാണ് ടൈം ബേസ്ഡ് ടോപ്പിക്കുകളായിട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് ഓൾജിബ്ര ജോമെട്രി നോക്കുകയാണെങ്കിൽ ഓൾജിബ്ര ജോമെട്രിയിൽ 4 ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഒന്ന് ഓൾജിബ്ര, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് മൊത്തം ഒന്ന് നോക്കി വെച്ചേക്കുക. 2 ജിയോമെട്രി, അതിനകത്ത് ലൈൻസ്, ട്രയാങ്കിൾ, സർക്കിൾ ആ മേഖലയിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതിന്റെ ഫോർമുലാസ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ മെൻസുറേഷൻ, അത് കഴിഞ്ഞ ട്രിഗണോമെട്രി, ആ ട്രിഗണോമെട്രിയുടെ ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. അതായത് 10ാം ക്ലാസ് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ട്രിഗണോമെട്രി എന്ന് നോക്കി വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള മിസലേനിയസ് ടോപ്പിക് നോക്കുകയാണെങ്കിൽ ആവറേജ് ക്വസ്റ്റ്യൻസ് വരും, ഏജ് പ്രോബ്ലം വരും, കലണ്ടർ ആൻഡ് ക്ലോക്ക് വരും, പിന്നെ സ്റ്റാറ്റ്, ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് മാത്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. അതിനുശേഷം റീസണിംഗിലേക്ക് പോകുമ്പോൾ റീസണിംഗ് സിമ്പിൾ ആണ്. 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. കഴിഞ്ഞ പരീക്ഷ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു 25+ ഒക്കെ റീസണിംഗിൽ സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റീസണിംഗ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ റീസണിംഗ് നോക്കുമ്പോൾ വെർബൽ റീസണിംഗ്, അനലോഗീസ് ഉണ്ട്. അത് കഴിഞ്ഞ് വെർബൽ റീസണിംഗിലെ ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ അനലോഗീസ്, പിന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ആൽഫബറ്റ് ആൻഡ് നമ്പർ സീരീസ്, ക്ലാസിഫിക്കേഷനകത്തുള്ള ഓഡ് വൺ ഔട്ട് ആണ്, പിന്നെ ബ്ലഡ് റിലേഷൻ ആൻഡ് ഡിറക്ഷൻ സെൻസ്. ഓക്കെ, ഡിറക്ഷൻ സെൻസ് പ്രത്യേകിച്ച് ബ്ലഡ് റിലേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഡിറക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ്. അതിനുശേഷം അനലിറ്റിക്കൽ റീസണിംഗ് നോക്കുകയാണെങ്കിൽ അനലിറ്റിക്കൽ റീസണിനകത്ത് വരുന്നത് സിലോജിസം, ദെൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഡേറ്റ സഫിഷ്യൻസി. ഇത്രയും ടോപ്പിക്കുകളാണ് അനലിറ്റിക്കൽ റീസണിംഗിനകത്ത് വരുന്നത്. ഇനി നോൺ വെർബൽ അല്ലെങ്കിൽ ലോജിക്കൽ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ വെൻ ഡയഗ്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, പസിൽസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ, പിന്നെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്. ഇത്രയുമാണ് റീസണിംഗിലെ പ്രധാന ഏരിയാസ് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ മാക്സിമം റീസണിംഗ് തന്നെ കവർ ആക്കുമ്പോൾ എത്ര മാർക്കായി? 55 മാർക്കായി, 55 മാർക്ക്. അത് കഴിഞ്ഞ് സയൻസിലേക്ക് പോകുമ്പോൾ ഫിസിക്സ്, അതായത് 10ാം ക്ലാസ് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെയുള്ള സയൻസിലെ ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചോ, ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെറ്റ് ആക്കിക്കോ. അല്ലാതെ ഒരുപാടൊന്നും കാടടിച്ച് നമ്മൾ പഠിക്കേണ്ട, നമുക്കത് ഒരു പ്രയോജനം അതിന്റെ കിട്ടത്തില്ല. ഓക്കെ, നോക്കാം. ഇവിടെ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മോഷൻ, പിന്നെ വർക്ക് എനർജി പവർ, ഹീറ്റ് ലൈറ്റ് സൗണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ദെൻ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്. ഇത്രയുമാണ് ഫിസിക്സിനകത്ത് നോക്കാനുള്ളത്. അതിനുശേഷം കെമിസ്ട്രി നോക്കുമ്പോൾ കെമിസ്ട്രിക്കകത്ത് മാറ്റർ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, പിന്നെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾ, ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, പിന്നെ അത് കഴിഞ്ഞ കാർബൺ കോമ്പൗണ്ട്സ് ആൻഡ് പീരിയോഡിക് ടേബിൾ. ഇത്രയുമാണ് കെമിസ്ട്രിക്കകത്ത് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് പീരിയോഡിക് ടേബിൾ ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം ബയോളജിയിലേക്ക് വരുമ്പോൾ അവിടെ ഹ്യൂമൻ ബോഡി നോക്കുക. ഹ്യൂമൻ ബോഡിക്കകത്ത് ഓർഗൻസ് ആൻഡ് സിസ്റ്റം, പിന്നെ ന്യൂട്രീഷൻ, അത് കഴിഞ്ഞ ഡിസീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഡിസീസസ് മുഴുവനും, ദെൻ ലൈഫ് പ്രോസസ്സസ്, റീപ്രൊഡക്ഷൻ, പിന്നെ അത് കഴിഞ്ഞ ജെനറ്റിക്സ്, ദെൻ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി. ജെനറ്റിക്സ് എന്നൊക്കെ കഴിഞ്ഞ നല്ലോണം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പിന്നെ എൻവയോൺമെന്റിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്കുകളാണ് ബയോളജിക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സോ കാണുമ്പോൾ ഇതിനകത്ത് ഒരുപാടുണ്ടെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഇത്രയും ടോപ്പിക്കുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് കൊടുക്കാവും. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് നോക്കാം. GK യിലേക്ക് വരുമ്പോൾ എന്റെ പൊന്നുമക്കളെ ഞാൻ എടുത്തു പറയാണ്, നമ്മൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് GK ഒരുപാട് സമയം കൊടുത്ത് പഠിക്കരുത്. കാര്യം GK എന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. കഴിഞ്ഞ പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ 14 ക്വസ്റ്റ്യൻസ് വരെ കറണ്ട് അഫയേഴ്സ് വന്നിട്ട്, 14 ക്വസ്റ്റ്യൻസ് വരെ കറണ്ട് അഫയേഴ്സ് വന്നിട്ട് 6 ക്വസ്റ്റ്യൻസ് മാത്രമേ GK എന്ന് വന്നിട്ടുള്ളൂ. അതേപോലെ ഫസ്റ്റ് ഫേസസ് ഒക്കെ ആണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചത്. ലാസ്റ്റ് ഫേസും അതേപോലെ തന്നെ 20 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് വന്നു. പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ ഒരു 3, 4, 5 മാർക്കിന് GK കയറി വന്നു. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയം ഒരിക്കലും കളയരുത്. അപ്പോ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഫസ്റ്റ് പഠിച്ചോ. ആദ്യം കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കാം. അതായത് ഫുള്ള് കറണ്ട് അഫയേഴ്സിലെ ടോപ്പിക്കുകൾ മൊത്തം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവന്റ്സ്, പിന്നെ ഗവൺമെന്റ് സ്കീംസ്, ബഡ്ജറ്റ് ആൻഡ് എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി. ഇങ്ങനെ പറയുമെങ്കിൽ ഞാൻ ടോപ്പിക്ക് നിങ്ങൾക്ക് എഴുതി പറഞ്ഞുതരാം ഏതൊക്കെയാണ് ടോപ്പിക് എന്ന്. ഒന്ന്, നിങ്ങൾ സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ് മൊത്തം ഒന്ന് പഠിച്ചോ. സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ്
മസ്റ്റ് ആയിട്ട് പഠിച്ചോ ഓരോ പദവികളിലും ആരൊക്കെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം തന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചോ. സെൻട്രൽ ഗവൺമെന്റ് സ്കീംസിൽ നിന്ന് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് മാർക്ക് കിട്ടിയിരിക്കും. അതേപോലെ ലാസ്റ്റ് നടന്ന ഗെയിം ഇവന്റ്സ് മൊത്തം ഒന്ന് നോക്കിയോ. ഗെയിം ഇവന്റ്സ് അതേപോലെ തന്നെ ഓരോ വേദികളിലെ ഓരോ വെന്യൂസ് മൊത്തം ഒന്ന് നോക്കിയോ. ലാസ്റ്റ് നടന്ന സ്പോർട്സ് ഇവന്റ്സ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടന്റ് ആണ് ഗെയിം ഇവന്റ്സ്, സ്പോർട്സ് ഇവന്റ്സ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടന്ന സ്പോർട്സ് ഇവന്റ്സ് മൊത്തം നോക്കി വെച്ചേക്കും. ലാസ്റ്റ് നടന്ന സബ്മിറ്റുകൾ മൊത്തം നോക്കി വെച്ചേക്കും. മിലിറ്ററി എക്സസൈസ്, ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നോക്കി വെച്ചേക്കാം. റെസ്ക്യൂ ഓപ്പറേഷൻസ് നോക്കി വെച്ചേക്കാം. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഇപ്പോൾ ലാസ്റ്റ് നടന്ന റീസെന്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ മൊത്തം നോക്കി വെച്ചേക്കാം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇൻഡെക്സ് റേറ്റിംഗ് ഉൾപ്പെടെ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ, അവാർഡ്സ് ഉൾപ്പെടെ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 20 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 20 ക്വസ്റ്റ്യൻസ് വെച്ച് എഴുതി പോടാ. എന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് നമുക്ക് പ്രധാന ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എഴുതി പോകുമ്പോൾ കറണ്ട് അഫയേഴ്സ് എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാര്യം എല്ലാ മേഖലകളും നമ്മൾ കവർ ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ജികെ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിനൊക്കെ ശേഷം ഏറ്റവും ലാസ്റ്റ് മതി, വെറുതെ സമയം കളയരുത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് നോക്കുമ്പോൾ അവിടെ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ ഓടിച്ചൊന്ന് വായിച്ചു വെച്ചു. അത്രയേ ഉള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഓടിച്ചൊന്ന് വായിച്ച കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചു. ഓക്കെ, അതിനുശേഷം പൊളിറ്റി നോക്കുക. പൊളിറ്റിക്കകത്ത് പ്രധാനമായിട്ടും ആർട്ടിക്കിൾസും അമെന്റ്മെന്റ്സും ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും മാത്രം പഠിച്ചാൽ മതി. ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തും അതൊന്ന് പഠിച്ചാൽ മതി. അല്ലാതെ ഒരുപാട് കാടടച്ചൊന്നും പഠിക്കേണ്ട, ക്വസ്റ്റ്യൻസ് കിട്ടത്തില്ല. ഓക്കെ, മാക്സിമം പോയാൽ ജിക്ക് എല്ലാം കൂടെ ചേർത്ത് 5 മാർക്ക് വരും. ആ 5 മാർക്കിന് ഇത്രയും പഠിച്ച് നമ്മുടെ സമയം വെറുതെ കൊണ്ട് കളയരുത്. ഓക്കെ, അതിനുശേഷം ഇന്ത്യൻ ജോഗ്രഫി, റിവേഴ്സ്, ബാക്കിയെല്ലാം നന്നായിട്ട് നോക്കി വെച്ചേക്കാം. ഇന്ത്യൻ എക്കണോമി, 5 ഇയർ പ്ലാൻ, നീതി ആയോഗ്, GST റേറ്റ്സ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അത്രയേ ഉള്ളൂ. ആ 3 ടോപ്പിക്കൾക്ക് ഒന്ന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു. പിന്നെ കറണ്ട് അഫയേഴ്സിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ടോപ്പിക്കുകൾ മൊത്തം നോക്കി വെച്ചു. ISRO ലോഞ്ചസും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് വരുന്നത്. ഓക്കെ ആണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം പൊളിറ്റിയാണ്, പിന്നെ അതിനുശേഷം ഹിസ്റ്ററിയാണ് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ടോപ്പിക് വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷകൾക്ക് ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്? ഫസ്റ്റ് മാത്സ് നോക്കുകയാണെങ്കിൽ പെർസെന്റേജ് 3 മാർക്ക് മുതൽ 5 മാർക്ക് വരെയാണ് പെർസെന്റേജ് എന്ന് ക്വസ്റ്റ്യൻസ് വന്നത്. 5 ക്വസ്റ്റ്യൻസ് വരെ പെർസെന്റേജ് എന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ 2 മുതൽ 3 മാർക്ക് വരെ വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇമ്പോർട്ടന്റ് ആണ്. ടൈം ആൻഡ് വർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്പർ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയുമാണ് ഹോട്ട് ടോപ്പിക്സ്. ഒരിക്കലും മിസ് ആക്കാൻ പാടില്ലാത്ത ഹോട്ട് ടോപ്പിക്സ്. ചുമ്മാ ഒരുപാട് കിടപ്പുണ്ട്, പക്ഷെ ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും പോകരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ റീസണിംഗിലേക്ക് പോകുമ്പോൾ അവിടെ നോക്കാം. റീസണിംഗിൽ ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് അനലോഗി 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. സീരീസ് അതേപോലെ 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സിലോജിസം, ബ്ലഡ് റിലേഷൻ, അതേപോലെ ഡിറക്ഷൻ, പസിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. സോ ഈ ഹോട്ട് ടോപ്പിക്സ് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ, അതിനുശേഷം കറണ്ട് അഫയേഴ്സ് 10 മുതൽ 15 മാർക്ക് വരെയാണ് പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. ദെൻ സ്റ്റാറ്റിക് ജികെ, റെയിൽവേ സോണുകൾ, റെയിൽവേയുടെ പ്രത്യേകതകൾ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കും ഹിസ്റ്ററിക്കും അത്യാവശ്യം നന്നായിട്ട് പ്രാധാന്യം കൊടുത്തു. ഇങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സിലബസിനെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഒരുപാട് കാടടച്ചൊന്നും പഠിക്കാതെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മളിപ്പോ നമ്മളെ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ ബാച്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഡീപ്പായിട്ട് നമ്മൾ ക്ലാസ്സസ് പോകും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ട്രാവൻകൂർ ഡൈനാസി നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഫസ്റ്റ് ഡിഗ്രി ബാച്ചുകളിലെല്ലാം തന്നെ 12ഓളം ക്ലാസ്സുകളാണ് ആ ടോപ്പിക്ക് പോയത്. 12 ക്ലാസ് എന്ന് വെച്ചാൽ ഏതാണ്ട് 12 മണിക്കൂർ അത്രയും ഇൻഡെപ്തിൽ പോയിട്ടുണ്ട്. അതേപോലെ ഫ്രീഡം മൂവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ ഫ്രീഡം മൂവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 9 മണിക്കൂർ ക്ലാസ് ആണ് അവിടെ പോയിരിക്കുന്നത്. കാര്യം ഇൻഡെപ്തിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോ സിലബസിനെ ബ്രേക്ക് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ഗ്രൂപ്പ് ഡി അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തോടാം. അവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സസ് കിട്ടിയിരിക്കും, ഏറ്റവും നല്ല നോട്ട്സ് കിട്ടിയിരിക്കും, ഏറ്റവും നല്ല ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മൊത്തം അതിനകത്ത് ആഡഡ് ആയിരിക്കും. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഇനി കുറച്ച് സീറ്റുകളൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോടാ. അടിപൊളിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. സോ ഒരു ജൂൺ മാസം കഴിഞ്ഞാൽ ഏത് നിമിഷവും നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. കാരണം റെയിൽവേ ഇപ്പൊ സത്യത്തിൽ എന്നെ തന്നെ ഞെട്ടിച്ചേക്കുകയാണ്. NTPC എക്സാം ഒക്കെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഒരിക്കലും ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജൂണിന് ശേഷം ഏത് നിമിഷം വേണം നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ അവസരം മിസ്സാക്കേണ്ട, കൂടെ കുടിക്കോ. അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.
താങ്ക്